അതൊരു ആശുപത്രി പോലെയാണ്. അർത്ഥം, ഞാൻ ശ്രദ്ധിച്ചത് വേദന തുടങ്ങാൻ തുടങ്ങി. ഞാൻ ചില പെയിൻ കില്ലറുകൾ എടുത്തു, പക്ഷേ അത്ര ഫലപ്രദമായില്ല. 4 മണിക്ക് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് വളരെ ശക്തമായ വേദനയുണ്ട്, വളരെ അധികം വേദന. നേരെ നടക്കാൻ പ്രയാസം, വളഞ്ഞു നടക്കേണ്ടി വന്നു. തോന്നി അത് 4 ദിവസം ആയിരുന്നു. വാമിറ്റിങ്ങിനായി പൈപ്പ് വെച്ചിരുന്നു. ഞാൻ 7 ദിവസം വരെ എങ്കിൽ എടുക്കാമായിരുന്നു. എഴുന്നേൽക്കാനും കഴിയില്ലായിരുന്നു. ജീവൻ ഭീഷണി തോന്നി. എനിക്ക് തോന്നി ഒരു 105 ഡിഗ്രി ജ്വരം വന്നു. 6 ദിവസം എനിക്ക് തോന്നി ഇത് എൻ്റെ അവസാന ദിവസം ആയേക്കാം. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു സ്വാതന്ത്ര്യവും തോന്നുന്നില്ല. ഞാൻ ഇരിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നു ഞാൻ വളരെ ഗുരുതരമായി രോഗിയായിരിക്കുന്നു എന്ന്. നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ പൂർത്തിയായി കഴിഞ്ഞോ അതോ ഉടൻ പൂർത്തിയാകുമോ? ഒരു വർഷമായി. നിങ്ങളെ ടാക്ക സ്റ്റിച്ച് വാങ്ങളെ? എൻ്റെ പേര് നിഷ് ഠാക്കൂർ എന്ന് പറയുന്നതാണ്. അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ഡൽഹിയിലാണ് താമസിച്ചു വരികയാണ്. പക്ഷേ ഞാൻ ഹിമാചൽ പ്രദേശിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡൽഹിയിൽ എക്സസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയും അമ്മയുമുണ്ട്. ഇപ്പോൾ അടുത്തിടെ എനിക്ക് ട്വിൻസായി 2 കുഞ്ഞുങ്ങൾ ജനിച്ചു, ഒരു മകനും ഒരു മകളും. നിങ്ങളെ പ്രായത്തിലാണ്? എൻ്റെ പ്രായം 32 ആണ്. 32ആണ്. ഇതിൻ്റെ ചികിത്സയുടെ 1 വർഷം കൂടി പൂർണ്ണമായി. അത് പൂർത്തിയാക്കാൻ ഏകദേശം 1 വർഷത്തോളം സമയമെടുക്കും. ഇപ്പം ആരോഗ്യം എങ്ങനെയാ? ഇപ്പോൾ എല്ലാം ശരിയെന്ന്. നന്നായി. കഴിഞ്ഞ വർഷം? ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വയർപ്പുളിപ്പായിരിക്കും, അല്ലെങ്കിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും, പക്ഷേ അവ വളരെ ചെറുതാണ്. കാരണം എനിക്ക് 16 തവണ നേരത്തെ അനുഭവം ഉണ്ടായിരുന്നു. അതിനാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഏതാണ് യഥാർത്ഥ അറ്റാക്ക്. എനിക്ക് തോന്നിയതൊന്നും അറ്റാക്ക് അല്ല. ആദ്യത്തെ അറ്റാക്ക് ഏതാ? എനിക്ക് ആദ്യമായി അറ്റാക്ക് വന്നത് 2021-ലാണ്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു തരൂ. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇതെന്താണെന്ന് പറയേണ്ടി വന്നാൽ നിങ്ങൾ എങ്ങനെ വിശദീകരിച്ചു കൊടുക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് വച്ചാൽ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ വീക്കമാണ്. അതിനാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമോ പാനീയങ്ങളോ കഴിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കഠിനമായ വേദന അനുഭവപ്പെടും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ അല്പം വെള്ളം കുടിച്ചാൽ പോലും കൂടുതൽ വേദന അനുഭവപ്പെടും എന്നാണ്. ഇതിന് പല കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് ഇഡിയോപാത്തിക് പാൻക്രിയാറ്റൈറ്റിസ് ആയിരുന്നു. അതായത് ഇതിന് കൃത്യമായ ഒരു കാരണം കണ്ടെത്താൻ കഴിയില്ല. ഡയഗ്നോസ് ചെയ്തപ്പോൾ അങ്ങനെ ആയിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണവും ഇത് സുഖപ്പെടുന്നതും മോശമാകുന്നതും നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നും നിങ്ങളുടെ ജീവിതശൈലി എങ്ങനെയാണെന്നും എന്നതിനെയും ആശ്രയിച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യം. സാധാരണയായി ആ ദിവസം എനിക്ക് തോന്നി എൻ്റെ വയറ്റിൽ അല്പാൽപ്പം പ്രശ്നം ഉണ്ടാകുന്നു, വേദന അനുഭവപ്പെടുന്നു. മുൻപ് എനിക്ക് 7ാമത്തെ വയസ്സിൽ അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിനാൽ എനിക്ക് അറിയാമായിരുന്നു ഇത് സാധാരണമാണ് എന്ന്. ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് ദിവസം വിശ്രമം വേണം എന്ന്. അവർ എന്നെ NBയിൽ നിലവിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വെച്ചു. 2 ദിവസം അങ്ങനെ വെച്ചു. 2 ദിവസത്തിന് ശേഷം അവർ പറഞ്ഞു നിങ്ങൾക്ക് പാൻക്രിയാറ്റൈറ്റിസ് ആണ് എന്ന്, അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. അതിനുശേഷം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ പാൻക്രിയാറ്റൈറ്റിസിനെ കുറിച്ച് വായിച്ചു. അതിനുശേഷം കൂടുതൽ അറ്റാക്കുകളും ഉണ്ടായി. അത് ആദ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എനിക്ക് പാൻക്രിയാറ്റൈറ്റിസ് ആയി എന്ന്. നിങ്ങൾ പാൻക്രിയാറ്റൈറ്റിസ് കുറിച്ച് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ആദ്യം നിങ്ങൾ ഗൂഗിളിൽ വായിക്കുമ്പോൾ വളരെ ലളിതമായ ഭാഷയിൽ വിവരങ്ങൾ പറയുന്നു. പക്ഷേ കൂടുതൽ ആഴത്തിൽ വായിച്ചാൽ ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനിടയുണ്ടെന്നും മനസ്സിലാകും. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം, അതായത് നിങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതത്തെപ്പറ്റി എക്സ്പെക്റ്റൻസി കുറയുന്നു. അതിനാൽ വേദന ഉണ്ടാകുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ജ്വരം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അതിനെ വളരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ചിലപ്പോൾ അവിടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഗൂഗിളിൽ വായിക്കാൻ എടുത്ത സമയത്തോളം എനിക്ക് ആവശ്യമില്ലായിരുന്നു. കാരണം എനിക്ക് 16 തവണ, അടിസ്ഥാനപരമായി 13, 14 തവണയെങ്കിലും അതിലധികം അറ്റാക്ക് ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യമായി അറ്റാക്ക് വന്നപ്പോൾ ആ വേദനയെക്കുറിച്ച് പറയൂ. വേദന എങ്ങനെയായിരുന്നു? ശരീരത്തിൽ എവിടെയൊക്കെ, ഏത് ഭാഗത്തേക്ക് പോയി? എനിക്ക് ആദ്യമായി വേദന അനുഭവപ്പെട്ടത് നോർമൽ ആയിട്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്കുണ്ടായ വേദനകളെക്കാൾ അത് കുറവായിരുന്നു.
പക്ഷേ പിന്നീട് എനിക്കുണ്ടായ ഓരോ എപ്പിസോഡുകളും അതിലും കൂടുതൽ വേദനയുണ്ടാക്കിയവയായിരുന്നു. എല്ലാ എപ്പിസോഡുകളിലും ഏറ്റവും വേദന ഉണ്ടാക്കിയത് ഏതാണ്? എനിക്ക് ആദ്യമായി വേദന അനുഭവപ്പെട്ടത് നോർമൽ ആയിട്ടായിരുന്നു. എനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയത് 23 മാർച്ച് 2022 ആയിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 11 മാസം ആയിരുന്നപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകേണ്ടിയിരുന്നു. രാവിലെ ഓഫീസിൽ പോകേണ്ടതായിരുന്നു. ഞായറാഴ്ചയായിരുന്നു എൻ്റെ ഓർമ്മയിൽ. അതിനാൽ ഞായറാഴ്ച രാത്രി എനിക്ക് വേദന തുടങ്ങാൻ തുടങ്ങി. ഞാൻ ചില പെയിൻ കില്ലറുകൾ കഴിച്ചു, പക്ഷേ അത്ര ഫലപ്രദമായില്ല. അതിനാൽ 4 മണിക്ക് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് വളരെ ശക്തമായ വേദനയാണെന്ന്, അത്യന്തം വേദനയാണെന്നും നേരെ നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും വളഞ്ഞ് നടക്കേണ്ടി വരികയായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ, ഞാനും ഭാര്യയും മാത്രമായിരുന്നു അവിടെ. എൻ്റെ അമ്മ ഹോം ടൗണിലായിരുന്നു. അതിനാൽ എൻ്റെ ഭാര്യ എൻ്റെ ബ്രദർ ഇൻ ലോയോട് ഫോൺ വിളിച്ചു പറഞ്ഞു. അവൻ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ ഞാൻ എത്തുമ്പോൾ എമർജൻസിയിലായിരുന്നു. അവിടെ നിന്ന് നേരെ തന്നെ ഒരു റൂമിലേക്ക് മാറ്റി. റൂമിലേക്ക് മാറ്റുമ്പോൾ തന്നെ എനിക്ക് ഛർദി തുടങ്ങിക്കഴിഞ്ഞു, അത്യധികം ഛർദി. അതിനുശേഷം അവർ എന്നെ ICUവിലേക്ക് മാറ്റി. അവിടെ ഞാൻ 7 ദിവസം ICUവിൽ ആയിരുന്നു. അത് എൻ്റെ ഏറ്റവും കഠിനമായ ഘട്ടമായിരുന്നു. ആ സമയത്ത് അവർ എനിക്ക് ഫെന്റാനിൽ തന്നിരുന്നു. സിഡേറ്റീവ് ആയതിനാൽ നിങ്ങൾക്ക് അറിയില്ല പകലെന്നോ രാത്രി ആണോ എന്ന് കണ്ണ് തുറക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്ക് ICUവിൽ ബോധം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വയറ് വളരെ വീർത്തിരുന്നു എന്ന്. വയറ് വളരെ വലുതായി മാറിയിട്ടുണ്ട്. ഞാൻ ICUവിലാണ് തന്നെ ആയിരുന്നു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർ എനിക്ക് പറഞ്ഞു. അവർ എന്നെ അൾട്രാസൗണ്ട്, അതായത് MRCP ചെയ്യാൻ കൊണ്ടുപോയി. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. MRCPക്ക് കൊണ്ടുപോകുമ്പോൾ അവർ എന്നെ ഓക്സിജൻ നൽകിക്കൊണ്ടായിരുന്നു കൊണ്ടുപോയത്. അവരെന്നെ MRCPയിൽ ഇടുമ്പോൾ എനിക്ക് വളരെ ആശങ്കയുണ്ടായി. അതിനാൽ MRCP പോലും നടക്കാനായില്ല. എന്നെ MRCPയിൽ നിന്ന് പകുതിയിൽ വെച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതോടെ അവിടെ ICUവിലെ ഹെഡ് ഡോക്ടർ വന്നിരുന്നു. അവർ പറഞ്ഞു, ഒരു തവണ അൾട്രാസൗണ്ട് ചെയ്യാമോ എന്ന്. ICUവിൽ അൾട്രാസൗണ്ട് ചെയ്തു, മെഷീൻ വെച്ചു. അപ്പോൾ അവർ കണ്ടെത്തിയത് എനിക്ക് ഫ്ലൂയിഡ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഡ്രെയിൻ ചെയ്യേണ്ടി വരും. അവർ ഇവിടെ ഒരു പഞ്ച് ചെയ്തു, മറ്റൊരു ഭാഗത്തും ചെയ്തു, പിന്നെ 24 പഞ്ച് കൂടി ചെയ്തു. അതിനുശേഷം അവർ ശരീരത്തിലെ വെള്ളവും, അതായത് വയറ്റിലുണ്ടായിരുന്ന ദ്രാവകം കുറച്ചു കുറഞ്ഞു. ആ സമയത്ത് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരുന്നു. ഒരു ആഴ്ചയായി നേരെ കിടന്നാണ് ഞാൻ ബെഡിൽ ആയിരുന്നത്. കൂടാതെ എനിക്ക് ഓക്സിജൻ ഘടിപ്പിച്ചിരുന്നതുമാണ്. എനിക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അത് ഘടിപ്പിക്കുന്നു, അതിന് എന്താണ് പറയുന്നത്? കാനുല അല്ല, സ്റ്റിച്ച് ആണ് ഘടിപ്പിച്ചത്. അതാണ് ഘടിപ്പിച്ചിരുന്നത്. 4 ഡ്രസ്സിംഗ് ഉണ്ടായിരുന്നു. വാഷ്റൂം പോകാൻ പോലും വലിയ ബുദ്ധിമുട്ട് ആയിരുന്നു. ആഴ്ചയോളം ഞാൻ ഒരു വശത്തേക്കും തിരിയാൻ പോലും കഴിയില്ലായിരുന്നു. എഴുന്നേൽക്കാനും കഴിയില്ലായിരുന്നു. അത് വളരെ കഠിനമായ സമയവും. അത് ജീവിത ഭീഷണിയായിരുന്നു. ഒരിക്കൽ എനിക്ക് 105 ഡിഗ്രി പനി വന്നു. 6-ാം ദിവസം എനിക്ക് തോന്നി ഇതാണ് എൻ്റെ അവസാന ദിവസം എന്ന്. എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. അതിനുശേഷം എല്ലാം ശരിയായി. അവർ പറഞ്ഞു എനിക്ക് മോഷൻ ആയാൽ ശരിയാകുമെന്ന്. 6-ാം ദിവസം വൈകിട്ട് എനിക്ക് മൂവ്മെൻറ്റ് ആയി. നിങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ് തുടങ്ങി എന്ന് അവർ പറഞ്ഞു. അവർ 7-ാം ദിവസം എന്നെ ഷിഫ്റ്റ് ചെയ്തു. അവിടുന്ന് എത്ര ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് വരെ? അവിടുന്ന് ഏകദേശം 20 ദിവസം കഴിഞ്ഞാണ് ഞാൻ ഡിസ്ചാർജ് ആയത്. അതിനുശേഷം നിങ്ങൾ വീണ്ടും കാൻഡിലേറ്റ് സംബന്ധിച്ച് കുറച്ച് വായിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനുശേഷം എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഞാൻ അവിടെ നിന്ന് വന്നതു മുതൽ. പക്ഷേ ഞാൻ വളരെ അന്വേഷിച്ചു. ഓരോരുത്തരും ഗൂഗിൾ ചെയ്യാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു. അത്രയൊന്നും ആലോചിച്ചില്ല. ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ആ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നത് ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു, എങ്ങനെ ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാം എന്നതായിരുന്നു. പക്ഷേ സംഭവിച്ചത്, എനിക്ക് ഇത്ര വലിയ ഒരു സംഭവം സംഭവിച്ചതിന് അടുത്ത മാസം തന്നെ വീണ്ടും അതേ സംഭവം എൻ്റെ കൂടെ സംഭവിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത മാസം വീണ്ടും സംഭവിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത മാസം വീണ്ടും സംഭവിച്ചു. അർത്ഥം, ഓരോ മാസവും ഇത്രയും. സ്വന്തമായി തോന്നാൻ തുടങ്ങി. ഇത് വേദന അല്ല, പക്ഷേ സൈക്കോളജിക്കലായി വീണ്ടും വീണ്ടും നിങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്വയം തോന്നും ഇൻഷുറൻസ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും. ഡിപ്രഷൻ അനുഭവപ്പെടും. നിങ്ങൾക്ക് വളരെ ഡിപ്രഷൻ അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ സാധാരണ ആളുകളെ പോലെ അല്ല. നിങ്ങൾക്ക് ഒന്നും കഴിക്കാനാവില്ല. നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും അനുഭവപ്പെടുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ കിടക്കയിൽ ഇരിക്കുകയാണ്. എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ വളരെ രോഗിയായിപ്പോയി എന്നാണ്. എനിക്കും അത് തോന്നി. എനിക്ക് തോന്നി ഞാൻ ശരിക്കും വളരെ രോഗിയായിരുന്നു. പിന്നീട് നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്നതിൻ്റെ പരീക്ഷിച്ചു, എന്തൊക്കെ ആലോചിച്ചു? ഞാൻ ഡൽഹിയിലുള്ള മിക്കവാറും എല്ലാ ഡോക്ടർമാരെയും പോയി കണ്ടു. ഇന്ത്യയിലെ ഗ്യാസ് ലോജിസ്റ്റുകളാവേ ഇരിക്കുമല്ലോ.
അവിടെയുള്ള ആ ഡോക്ടർ വളരെ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പരീക്ഷിച്ചു കാണിക്കാൻ എന്തെല്ലാം ഓപ്ഷനുകൾ ഉണ്ടാകാമെന്ന് നോക്കി. ഗാൾ ബ്ലാഡർ നീക്കം ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഓപ്ഷനും ഉണ്ടായിരുന്നു. ഞാൻ അതും സാക്രിഫൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഗാൾ ബ്ലാഡർ നീക്കം ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് കുറച്ച് മോചനം കിട്ടുമോ എന്ന് നോക്കി. പക്ഷേ അതും സംഭവിച്ചില്ല. അർത്ഥം, ആ 7 മാസം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഗാൾ ബ്ലാഡർ നീക്കം ചെയ്തതിന് ശേഷം പക്ഷേ 7 മാസം കഴിഞ്ഞപ്പോൾ ആ സംഭവങ്ങൾ വീണ്ടും അനുഭവപ്പെടാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ 7 മാസം കഴിഞ്ഞ് അവ അത്രയധികം സംഭവിക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾ റൂമിലേക്ക് മാറ്റപ്പെടുന്നില്ല, നേരിട്ട് എമർജൻസിയിൽ നിന്ന് ICUയിലേക്ക് പോകേണ്ടി വരുന്നു. സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ തുടങ്ങി. ഫൈനാൻഷ്യലായി ഭാരം വളരെ വലുതായി മാറി. ഫൈനാൻഷ്യൽ ബർഡൻ വളരെ കൂടുതലാണ്. എങ്കിലും എൻ്റെ ജോലി ചെയ്ത സ്ഥലത്തിന് നന്ദി. അവർ എനിക്ക് ഇൻഷുറൻസിൽ വളരെ സഹായം ചെയ്തു. എൻ്റെ ഇൻഷുറൻസ് ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയാണെങ്കിൽ, ഞാൻ ആദ്യം അഡ്മിറ്റ് ആയപ്പോൾ എത്ര ലക്ഷം രൂപയുടെ ബില്ലായിരുന്നു? ഞാൻ ആദ്യമായി നൽകിയ ബില്ലായിരുന്നോ? അത് ഇൻഷുറൻസിന് പുറത്തായിരുന്നു. അതായത് ഇൻഷുറൻസ് കവർ ചെയ്തില്ല, പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന ബാങ്ക് എന്നെ പിന്തുണച്ചു. അതിനാൽ അവർ മുഴുവൻ തുകയും അടച്ചു. ഇൻഷുറൻസ്. അതിനുശേഷം ഞാൻ എൻ്റെ കമ്പനിയിൽ ടോപ്പ് അപ്പ് എടുത്തു. അതിനാൽ അത് ഇൻഷുറൻസ് ഭാഗമായിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലും ഇൻഷുറൻസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഓരോ മാസവും ഈ ചെലവുകൾ വരികയാണെങ്കിൽ അത് വളരെയധികം സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കും. അത് സമ്മർദ്ദം തന്നെയാണ്. ഒടുവിൽ 15, 16 ആയിരിക്കും ആ ആശുപത്രി ചെലവുകൾ. അതായത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ചിലപ്പോൾ അപ്രതീക്ഷിതമായ അറ്റാക്കുകളും ഉണ്ടായേക്കാം. കാരണം എനിക്ക് ഓഫീസിൽ പോകേണ്ടതും ഉണ്ടായിരുന്നു. അതിനാൽ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാതെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് തിരികെ വന്നപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോയില്ല, നേരെ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് പോയി. അവിടെ അവരെനിക്ക് പെയിൻ കില്ലറും ഡ്രിപ്പുകളും നൽകി. അവിടുന്ന് ഞാൻ രാത്രി 10 മണിയോടെ തിരികെ വരികയായിരുന്നു. പിന്നീട് രാവിലെ വീണ്ടും ഞാൻ അവിടെ പോകേണ്ടി വരും. അതിനാൽ വളരെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എണ്ണിയതുമില്ല. എണ്ണിയത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് മാത്രമാണ്. എങ്ങനെ ആ ഘട്ടത്തിലേക്ക് എത്തി എന്നതാണ്. പടാവിനെക്കുറിച്ച് ആദ്യം സംഭവിച്ചത്, എനിക്ക് ഈ പാൻക്രിയാറ്റൈറ്റിസ് എന്ന പ്രശ്നം വന്നപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഇതിനെക്കുറിച്ച് ആദ്യമായി കേട്ടു. അതിനാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് വായിക്കുകയും ചെയ്തു. സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി എൻ്റെ ഗാൾ ബ്ലാഡർ നീക്കം ചെയ്യണം. ഗാൾ ബ്ലാഡറിൽ സ്ലഡ്ജ് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്താൽ ഞാൻ സുഖം പ്രാപിക്കും. ഡോക്ടർ പറഞ്ഞത് അത് സുഖപ്പെടും എന്നാണ്. അതിനാൽ പടാവിനെക്കുറിച്ച് അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചില്ല. കാരണം ഞങ്ങൾക്ക് ഒരു വഴി കിട്ടിയിരുന്നു. ഇത് സുഖപ്പെടുമെങ്കിൽ അത് തന്നെ ചെയ്യാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ ശരിക്കുള്ള കാര്യം ഇതായിരുന്നു. ഗാൾ ബ്ലാഡറിൽ വലിയ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ലാപ്പറോസ്കോപ്പി സർജറി ചെയ്തു. ലാപ്പറോസ്കോപ്പി ചെയ്തതിനു ശേഷം ഏകദേശം 7 മുതൽ 8 മാസം വരെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും ആ പ്രശ്നം വളരെ ശക്തമായപ്പോൾ ഞങ്ങൾ പടാവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വായിക്കുകയും അവിടുത്തെ റിവ്യൂകളും വീഡിയോകളും വിശദമായി കാണാൻ തുടങ്ങി. പലരുടെയും കഥകൾ ഞങ്ങളുടെ സ്വന്തം അനുഭവങ്ങളുമായി ഒരുപാട് ബന്ധപ്പെടുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ എനിക്ക് അവസാനത്തെ എപ്പിസോഡ് ഉണ്ടായപ്പോൾ, അതായത് കൃത്യം ഒരു വർഷം മുമ്പ് 2025 ജനുവരി 1 ഗാൾ ബ്ലാഡർ പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷം ഇനി എനിക്ക് ഇത്തരമൊരു അറ്റാക്ക് ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറച്ചു കരുതിയിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും അറ്റാക്ക് വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ നേരിട്ട് പോയി സമീപിച്ചു. ഞങ്ങൾ ഡോക്ടറോട് വളരെ വിഷമത്തോടെ ചോദിച്ചു, സാർ, ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാര്യം എന്താണ്? ഗാൾ ബ്ലാഡറും നീക്കം ചെയ്തു, ഇനി വീണ്ടും അറ്റാക്ക് വരാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഡോക്ടർ ആദ്യമായി ഞങ്ങളോട് പറഞ്ഞത് ഒരു ടേമാണ്, അതായത് ഇൻ്റർവ്യൂ പോലെ നിങ്ങൾക്ക് ഇഡിയോപാത്തിക് പാൻക്രിയാറ്റൈറ്റിസ് ആയി എന്നാണ്. അതിനാൽ ഞങ്ങൾ ഗൂഗിളിൽ ഇഡിയോപാത്തിക് പാൻക്രിയാറ്റൈറ്റിസ് എന്താണെന്ന് അന്വേഷിച്ചു. അവിടെ നിന്ന് മനസ്സിലായി, ഇഡിയോപാത്തിക് എന്നത് കാരണമില്ല, അതായത് അതിന് യാതൊരു കാരണം ഇല്ല, അതെങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇഡിയോപാത്തിക് അല്ലെങ്കിൽ ഹെറിഡിറ്ററി പ്രശ്നമാകാം, ജനറ്റിക് ആകാം. പക്ഷെ ഞങ്ങൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്തു, അതിലും ഒന്നും കണ്ടെത്തിയില്ല. പക്ഷേ കണ്ടെത്തിയ കാര്യം അതാണ്, ഇഡിയോപാത്തിക്കാണ്. പിന്നെ ഡോക്ടർ ഒടുവിലൊരു വാക്ക് ഉപയോഗിച്ചു, നിങ്ങൾക്ക് ഭാഗ്യദോഷം കൊണ്ടായിരിക്കാം ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, എൻ്റെ മനസ്സിൽ വന്നു, ഡോക്ടർക്ക് തന്നെ, എന്നെ ചികിത്സിക്കേണ്ടവർക്ക് തന്നെ ഞാൻ ഭാഗ്യശാലിയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ, അവർക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ ഞാൻ അലോപ്പതി തുടരേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ അലോപ്പതി ഉപേക്ഷിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടും ഫലം ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഞങ്ങൾ അത് വിട്ടു. പിന്നെ ഒരു തവണ ആയുർവേദം ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു. മറ്റൊരാളുടെ വീഡിയോ കണ്ടാണ് ഞാൻ പടാവിൽ വന്നത്. എൻ്റെ അനുഭവം മറ്റൊരാൾക്ക് ഗുണമാകുമെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു. ഹർഷ് സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് എൻ്റെ കഥയാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ വരാൻ തീരുമാനിച്ചത്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. അലോപ്പതി ചികിത്സയുടെ ഫലം കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഉണ്ടാകുക. എന്നാൽ ആയുർവേദ ചികിത്സയുടെ കാര്യമെടുത്താൽ അതിന് കുറച്ചധികം സമയം ആവശ്യമായി വരും.
പക്ഷേ അതിൻ്റെ ഫലം ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നാണ്. മൂലകാരണം തന്നെ ഇല്ലാകാത്തുന്നു. ശരിയാവുന്ന പിന്നീട് നിങ്ങൾ പടാവിൽ വിളിച്ചോ? ഞങ്ങൾ പടാവിൽ. നിങ്ങൾ ആരോടൊപ്പമാണ് വന്നത്? ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ആണ് വന്നത്. അമ്മയോടൊപ്പം തന്നെയാണ് വന്നത്. പിന്നെ അതിനുശേഷം അവിടെ 21 ദിവസം താമസിച്ചു. അവിടെ എങ്ങനെ, എന്താണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടത്, എന്താണ് വേണ്ടാത്തത്, എന്ത് ജീവിതശൈലി പിന്തുടരണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എത്ര വെള്ളം കുടിക്കണം, എപ്പോൾ വെള്ളം കുടിക്കണം, മരുന്ന് എങ്ങനെ കഴിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ആ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ. പടാവിൽ ഏത് ദിവസമാണ്, ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് തോന്നിയത് ഞാൻ ശരിയായ സ്ഥലത്താണ്, എനിക്ക് സുഖം പ്രാപിക്കാമെന്ന്? കാരണം നിങ്ങൾ വലിയ വേദനയിലൂടെ കടന്നുപോയല്ലോ. ആദ്യ ദിവസം ഞാൻ ആദ്യമായി അവിടെ പോയപ്പോൾ എല്ലാവരും പുറത്തു ഇരിക്കുകയായിരുന്നു. ആദ്യ ദിവസം അവിടെ ലോണിലാണ് ഇരുന്നത്. അപ്പോൾ ആദ്യമായി എനിക്ക് തോന്നി ഞാൻ ഈ ലോകത്ത് ഒറ്റയാളല്ല, ഈ രോഗം ഉള്ളവരേറെ ഉണ്ട്. ആദ്യമായി. എന്നാൽ നിങ്ങൾക്ക് 1000 പേരോ 1,00,000 പേരോ ഉള്ള ഇടയിൽ ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വളരെ നിരാശ തോന്നും. പക്ഷേ അവിടെ നിങ്ങൾക്ക് തോന്നും ഇത് അത്ര അപൂർവമായ രോഗമല്ല, കാരണം ചിലർക്ക് ഇത് സാധാരണമാണ്. ചില ആളുകളെ കണ്ടു, അവർ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ തോന്നി ഇല്ല, ഇത് അത്ര അപൂർവമല്ല, കൂടാതെ ഇത് സുഖപ്പെടുത്താവുന്നതാണ്. മറ്റുള്ളവർ സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വളരുന്നു. അതായത് നിങ്ങൾ ഒറ്റയാളല്ല. ഒറ്റയല്ല. അവിടെ പോയപ്പോൾ നിങ്ങളുടെ ഒരുപാട് തെറ്റായ ധാരണകളും മാറിക്കാണും അല്ലേ? ഏറ്റവും വലിയത് നോക്കൂ, ഒരു കാര്യമുണ്ട്. ഇത് മുമ്പ് ഇങ്ങനെ ആയിരുന്നു. എനിക്ക് പാൻക്രിയാറ്റൈറ്റിസ് വന്നപ്പോൾ, അറ്റാക്ക് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ വളരെ ലഘുവായ ഭക്ഷണം കഴിക്കണം, കൂടുതൽ ലിക്വിഡ് മാത്രം കഴിക്കണം. ഡിസ്ചാർജിന് ശേഷം ശരീരം സാധാരണ നിലയിലായ ശേഷം അവർ പറയാറുണ്ടായിരുന്നു നിങ്ങൾ കൂടുതൽ ഡയറി ഉൽപ്പന്നങ്ങൾ കഴിക്കരുത്, അതായത് പ്രോട്ടീൻ തരത്തിലുള്ളത്, പനീർ പോലുള്ളത് കഴിക്കരുത്. ഞങ്ങൾ അവിടെ ചെന്നെത്തിയ സമയത്ത് ആ കാര്യങ്ങൾ കണ്ടു. നമുക്ക് എല്ലാം കഴിക്കാവുന്നവയാണ്, പക്ഷേ ഒരു പരിധിയിലും ഒരു പ്രത്യേക രീതിയിലും മാത്രം. മുൻപ് ഞങ്ങൾ കേട്ടിരുന്നത് അമർ മരുന്നുണ്ട്, അതാണ് ഏറ്റവും ഫലപ്രദമായത്, അത് നിങ്ങൾ വെണ്ണയോടൊപ്പം തന്നെ കഴിക്കണം എന്നാണ്. ആദ്യ 3 ദിവസവും പാൽമലരോടൊപ്പം കഴിക്കണം, പിന്നീട് അത് സാധാരണ രീതിയിൽ ശുദ്ധമായ വെള്ളത്തോടൊപ്പം കഴിച്ചു തുടങ്ങാം. അങ്ങനെ ഞങ്ങളുടെ രണ്ടാം അവസാന ദിവസം പഠിക്കുമ്പോൾ ഞങ്ങളെ അവിടെയുള്ള അശുദ്ധിഷ്ടാലയത്തിൽ സന്ദർശിപ്പിച്ചു. അവിടെ ഞങ്ങളെ കൊണ്ടുപോയി മരുന്ന് എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു. ഞങ്ങൾ കണ്ടു അതിൻ്റെ പ്രക്രിയയ്ക്ക് 4 വർഷം എടുക്കുന്നു. ആ പ്രക്രിയ വളരെ സൂക്ഷ്മമായി ഒരു വസ്തുവിനെ, പാരയെ ശുദ്ധീകരിച്ച് അതാണ് മരുന്നായി മാറുന്നത്. അപ്പോൾ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് തോന്നും, എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾക്കായി ഉണ്ടാക്കപ്പെടുന്നു, അതിന് 4 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫലപ്രദമായിരിക്കും. അവിടെ വേദജിയുണ്ട്, വേദജിയുടെ ശിഖാജിയുണ്ട്, ശിഖാജിക്ക് ശേഷം തേന്തൂജിയുണ്ട്. അവർക്ക് മുമ്പ് അവരുടെ അച്ഛനാണ് നോക്കിയിരുന്നത്. അവരെയാണ് മരുന്ന് തയ്യാറാക്കിയതെങ്കിലും അത്രയേറെ ഫലപ്രദമായതുകൊണ്ടാണ് ഇത്രയും തലമുറകൾ കടന്നു പോകുന്നത്. എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിൽ ഫലമുണ്ടാകും. നിങ്ങൾ ഏത് തരം മുറിയാണ് തിരഞ്ഞെടുത്തത്? അത് പ്രൈവറ്റ് റൂം ആണോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ളതാണോ? പ്രൈവറ്റ് റൂം എടുത്തിട്ടുണ്ടോ? അമ്മയും കൂടെ ഉണ്ടായിരുന്നോ? ആകെ 21 ദിവസം. അവിടെ എങ്ങനെയായിരുന്നു അനുഭവം? നല്ലതായിരുന്നോ? നല്ല അനുഭവമായിരുന്നു. കാരണം ഞാൻ പറയാം, ഒരു പ്രത്യേക മനോഭാവത്തിലായിരുന്നു. പഠനത്തിനു മുമ്പ് ആ മനോഭാവത്തിലായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ആ സമയത്ത് പൂർണ്ണമായും തകർന്നു പോയ അവസ്ഥയായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എനിക്ക് വളരെ വലിയൊരു രോഗം വന്നിരിക്കുന്നു, ഇത് സുഖപ്പെടാൻ കഴിയില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, ഞാൻ ഒന്നും കഴിക്കാനാവില്ല. സാധാരണ ജീവിതം എനിക്ക് പറ്റില്ല. ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പടാവിൽ പോയപ്പോൾ ആ 21 ദിവസവും എനിക്ക് തോന്നി എനിക്ക് എല്ലാം കഴിക്കാനും കഴിഞ്ഞു. അവർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാമെന്ന്. കുറച്ച് മനസ്സ് ശാന്തമായതും അനുഭവപ്പെട്ടു. കാരണം ചില തെറാപ്പികളും അവർ നൽകി, ആ തെറാപ്പികളും എടുത്തു. എല്ലാം പൂജയായി. അപ്പോൾ ദൈവകൃപയാലെ എനിക്ക് അതിനുശേഷം ഒരു പ്രശ്നവും ഉണ്ടായില്ല. ചില പ്രത്യേക വ്യക്തികൾക്ക് ചില ചികിത്സകൾ ശരീരത്തിൽ വളരെ അനുയോജ്യമായി തീരുന്നത് പോലെ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അതെ, ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ വൈദ്യശിഖാജിയുമായി കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ഭാരം 90 കിലോ ആയിരുന്നു. അപ്പോൾ ശിഖാജി പറഞ്ഞു നിങ്ങൾക്ക് ഭാരം കുറയ്ക്കണം എന്ന്. അതിനാൽ ഞാൻ എൻ്റെ ഭാരം 73ലേക്ക് കുറച്ചിട്ടുണ്ട്. അർത്ഥം 17 കിലോ ഞാൻ കുറച്ചു. കാരണം എൻ്റെ ഭാരം കൂടുതലായിരുന്നു. എൻ്റെ ഉയരത്തിനനുസരിച്ച് BMI പ്രകാരം എനിക്ക് 73 കിലോ ആക്കേണ്ടതായിരുന്നു. അതിനാൽ എനിക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ടതുകൊണ്ട് ആ ഭാരം എനിക്ക് നിലനിർത്താനും കഴിഞ്ഞു. ആ ഡയറ്റിൻ്റെ കാരണത്താലും എൻ്റെ പ്രോസസ്സിൻ്റെ മുഴുവൻ ഭാഗത്തും എൻ്റെ ശരീരം ലഘുവായി.
ഞാൻ ആക്റ്റീവായതോടെ എൻ്റെ ബാക്ക് പെയിൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറി. വെയിറ്റ് കാരണമുള്ള പ്രശ്നങ്ങൾ തീർന്നു. ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസം ഉണ്ടായിരുന്നു. പൂർണ്ണമായ ഒരു വർഷം നിങ്ങൾക്ക് ഭക്ഷണക്രമം എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് പറഞ്ഞതുപോലെ അത് പാലിച്ചാൽ കുടുംബത്തിലെ എല്ലാവരുടെയും ആരോഗ്യത്തിനും നല്ലതായിരിക്കും. അത് കാണൂ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പങ്ക്രിയാറ്റൈറ്റിസിൻ്റെ ഏറ്റവും ഫലപ്രദമായ കാര്യം മരുന്ന് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഡയറ്റാണ്. നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നതാണ്. അതിനിടയിൽ എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും പിന്തുണ ഉണ്ടായിരുന്നു. അവരുടെ പിന്തുണ കൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് ഒരിക്കലും വിട്ടുപോവാതെ പാലിക്കാൻ കഴിഞ്ഞത്. അതിനായി അവർ വളരെ ശ്രദ്ധിച്ചു. ഞാൻ രാവിലെ 7 മണിക്ക് ഓഫീസിലേക്ക് പോകുന്നു. സാധാരണ 7 മണിക്ക് കഴിച്ച് ഞാൻ ഇറങ്ങും. ഡയറ്റ് തെറ്റിക്കാതിരിക്കാൻ അമ്മയും ഭാര്യയും നേരത്തെ എഴുന്നേറ്റ് എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഡയറ്റിലെ പോലെ തന്നെ കഴിക്കണം. അത് വളരെ പ്രധാനമാണ്. അത് പോയാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അവർക്ക് 1 വർഷം വളരെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടിലന്തോ. എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ തളരരുത്. നിങ്ങൾ നേരെ പടാവിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത്. അവരുടെ ചിന്ത നെഗറ്റീവ് ആക്കരുത് എന്നതാണ്. രണ്ടാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അവർ പഠാവുമായി ബന്ധപ്പെടണം, പഠാവിൽ വരണം. ഇവിടെ ആളുകൾക്ക് ചികിത്സ ലഭിക്കണം. കാരണം ചുറ്റുപാടിൽ എവിടെയും ഗൂഗിളിൽ നോക്കിയാലും അലോപ്പതിയിൽ പങ്ക്രിയാറ്റൈറ്റിസിന് ചികിത്സ ഇല്ല. അവർ വെറും വേദന നിയന്ത്രണമാണ് ചെയ്യുന്നത്. വേദന നിയന്ത്രണത്തിന് യാതൊരു പ്രയോജനവുമില്ല. കാരണം അത് താൽക്കാലികമാണ്. നിങ്ങൾക്ക് ഇന്ന് അറ്റാക്ക് ഉണ്ടാവുന്നുവെങ്കിൽ അവിടെ 5 മുതൽ 6 ദിവസം നിങ്ങളെ ആശുപത്രിയിൽ എൻപിഒയിൽ വെച്ച് വേദനനാശിനികളും കാൽസ്യം ആൻറ്റിബയോട്ടിക്കുകളും നൽകി അലോപ്പതിയിൽ, അല്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞ് സാധാരണ നിലയിലേക്ക് പോകും. പിന്നെയും പ്രശ്നം വരും എങ്കിൽ വീണ്ടും വേദന നിയന്ത്രണം ചെയ്യേണ്ടി വരും. അത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ റൂട്ട് കാരണത്തിനായി പഠിക്കുകയാണ് എന്നതാണ്.